സദ്ഗുരു ശരണം. നമ്മുടെ 24 ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഡേ 6 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഈ 5 വീഡിയോസിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2026 നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ പഠിച്ചു, നമ്മുടെ വീടിനെ കുറിച്ച്, ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ ബന്ധുക്കളെ കുറിച്ച്, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ പറയാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുന്നില്ല, എങ്ങനെ നമുക്കൊരു സെന്റൻസ് പറയാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഇത്രയും ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഗ്രാമറിലുള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ ഷോർട്സിലൂടെയും എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഒരുപാട് ഗ്രാമറിന്റെ ഫോക്കസ് ഉള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഗ്രാമറിന്റെ ഡൗട്ട്സ് മാറുകയും ചെയ്യും. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇനി ന്യൂ ഇയർ ആണ്. അപ്പൊ വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങിയാലോ? So are you ready? Then let's get started. വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജി. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് എലക്യൂഷൻ, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഉണ്ട്, പിന്നെ പോം റെസിറ്റേഷനുള്ള കോച്ചിങ് ഉണ്ട്, ആങ്കറിങ്ങിനുള്ള കോച്ചിങ് ഉണ്ട്, 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്, അഡ്വാൻസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷിന്റെ പല രീതിയിലുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങും നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൽ നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്യൂഷൻ ഉണ്ട് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, +2 വരെ. സയൻസ് ട്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടു ജോലികൾ നമ്മൾ ചെയ്യുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ. അതായത് തുണി തേക്കും, പാത്രങ്ങൾ കഴുകും, നമ്മൾ വീടൊക്കെ അടുക്കി പെറുക്കി വെക്കും, ചിലപ്പോൾ നമ്മൾ ടൈൽസ് ഒക്കെ തേച്ച് കഴുകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴൊക്കെയാ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാ ചെയ്യുന്നത്? ഇപ്പം ചിലപ്പോൾ പറയില്ലേ, ചിലപ്പോൾ ചെയ്യും, വല്ലപ്പോഴും, അല്ലെങ്കിൽ പലപ്പോഴും, കൂടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഓരോ ജോലികളും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? തുണി മടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടില്, അടുക്കളയില്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനാണ് ഒരാഴ്ചത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരാഴ്ച നിങ്ങൾ ഈ ഒരു വീഡിയോയിലെല്ലാം ഫോളോ ചെയ്യുക. പിന്നെ ഇതുവരെയുള്ള 5 വീഡിയോസിൽ കാണാത്ത ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ആ വീഡിയോസും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം വീട്ടിലെ ക്ലീനിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ രാവിലെ എപ്പോഴും വീട് തൂത്തുവാരും. ഐ ഓൾവേസ് സ്വീപ് ദ ഫ്ലോർ ഇൻ ദ മോർണിംഗ്. ഓൾവേസ്, എപ്പോഴും. സ്വീപ്പ് ചെയ്യും എന്നുവെച്ചാൽ തൂത്തുവാരും. അപ്പോൾ ഐ ഓൾവേസ് സ്വീപ് ദ ഫ്ലോർ ഇൻ ദ മോർണിംഗ്. ഫ്ലോർ ആണ് സ്വീപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ദ ഫ്ലോർ. എപ്പോ? രാവിലെ, ഇൻ ദ മോർണിംഗ്. അപ്പൊ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ സാധാരണയായിട്ട് ലഞ്ചിന് ശേഷമാണ് ഞാൻ ഫ്ലോറൊക്കെ തുടയ്ക്കുന്നത്, സാധാരണയായിട്ട്. അപ്പൊ ഈ സാധാരണയായിട്ട് എന്ന് പറയാൻ നമുക്ക് യൂഷ്വലി എന്നുള്ള വേർഡാണ് ആവശ്യം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ യൂഷ്വലി മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ ലഞ്ച്. മോപ്പ് ദ ഫ്ലോർ, മോപ്പ് ചെയ്യുക, നമ്മൾ തുടയ്ക്കും. അപ്പൊ ഐ യൂഷ്വലി മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ ലഞ്ച്. അപ്പൊ ആഫ്റ്റർ ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ചിന് ശേഷം. പറഞ്ഞേ, ഐ യൂഷ്വലി മോപ്പ് ദ ഫ്ലോർ ആഫ്റ്റർ ലഞ്ച്. നമ്മൾ ഫർണിച്ചറൊക്കെ എപ്പോഴാണ് തുടയ്ക്കുന്നത്? നമ്മൾ ഞായറാഴ്ച ആയിരിക്കും ഫർണിച്ചറൊക്കെ തുടയ്ക്കുന്നത്. ഞാൻ പലപ്പോഴും ഞായറാഴ്ചകളിലാണ് ഫർണിച്ചറൊക്കെ പൊടി അടിക്കുന്നത്. അപ്പൊ അതിന് പലപ്പോഴും എന്നുള്ളതിന് ഐ ഓഫൺ ഫർണിച്ചറിലെ പൊടി അടിക്കുക എന്ന് എങ്ങനെ പറയും? ഡസ്റ്റ് ദ ഫർണിച്ചർ. ഐ ഓഫൺ
ഡസ്റ്റ് ദ ഫർണിച്ചർ ഓൺ സൺഡേസ്. ഓൺ സൺഡേസ്. അവിടെ ഈ സൺഡേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം എന്നറിയോ? ഞായറാഴ്ചകളിൽ. അതായത് ഈ ഞായറാഴ്ച ഞാൻ പൊടി അടിക്കും എന്നല്ലല്ലോ, എല്ലാ ഞായറാഴ്ചകളിലും. അപ്പൊ അതുകൊണ്ട് ഓൺ സൺഡേസ് എന്ന് തന്നെ പറയണം. ഐ ഓഫൻ ഡസ്റ്റ് ദ ഫർണിച്ചർ ഓൺ സൺഡേസ്. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല, ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മേശയും സ്റ്റൂളും കസേരയും എല്ലാം ചേർത്തിട്ട് ഉള്ള ഒരു കാര്യമാണ് ഫർണിച്ചർ. ഓക്കെ. ഞങ്ങൾ പിന്നെ കൂടെ ഞങ്ങൾ ജനലുകളൊക്കെ തുടയ്ക്കും. കൂടെ വി ഫ്രീക്വൻലി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓൾവേസ്, സംടൈംസ്, യൂഷ്വലി, ഓഫൻ. അപ്പൊ ഫ്രീക്വൻലി. വി ഫ്രീക്വൻലി ക്ലീൻ ദ വിൻഡോസ്. ജനലുകളൊക്കെ വളരെ പതിവായി ഞങ്ങൾ തുടയ്ക്കാറുണ്ട്. വി ഫ്രീക്വൻലി ക്ലീൻ ദ വിൻഡോസ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കിച്ചൺ വർക്ക്. ഞാൻ ഡിന്നറിന് ശേഷം എപ്പോഴും പാത്രങ്ങൾ കഴുകും. ഐ ഓൾവേസ് വാഷ് ദ ഡിഷസ് ആഫ്റ്റർ ഡിന്നർ. ഈ പാത്രങ്ങൾ കഴുകുക എന്ന് പറയുന്നതിനാണ് വാഷ് ദ ഡിഷസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൂ ദ ഡിഷസ് എന്നും പറയാം. ഐ ഓൾവേസ് വാഷ് ദ ഡിഷസ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നറിന് ശേഷം. പിന്നെ ഡിന്നർ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പാത്രങ്ങളൊക്കെ നല്ല തുടച്ച് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഷെൽഫിൽ വെക്കാറ്. ഐ യൂഷ്വലി ഡ്രൈ ദ ഡിഷസ് ആൻഡ് കീപ് ദം ഇൻ ദ കബഡ്. ഐ യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി ഞാൻ എന്ത് ചെയ്യും? ഡ്രൈ ദ ഡിഷസ്. ഇപ്പൊ പാത്രങ്ങളൊക്കെ തുടയ്ക്കുന്നതിന് പറയുന്നതാണ് ഡ്രൈ ദ ഡിഷസ്. ഐ യൂഷ്വലി ഡ്രൈ ദ ഡിഷസ് ആൻഡ് കീപ് ദം ഇൻ ദ കബഡ്. കബഡിൽ വെക്കും. അതിനാണ് കീപ് ദം. അവ എവിടെ വെക്കും? കബഡിൽ വെക്കും. ഈ കബോർഡ് എന്നല്ല, കബഡ്. കബഡ്. ഞാൻ സാധാരണയായി പാത്രങ്ങൾ ഉണക്കി അലമാരയിൽ വെക്കും. കുട്ടികളാണ് പലപ്പോഴും ഡിന്നറിന് മേശ സെറ്റ് ചെയ്യുന്നത്. ദ കിഡ്സ് ഓഫൺ സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ. ഇപ്പൊ കിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ കൊച്ചു കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ കിഡ്സ് എന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ കിഡ്സ് എന്ന് പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുട്ടികൾ തന്നെയാണ്. ദ കിഡ്സ് ഓഫൺ, പലപ്പോഴും കിഡ്സ് ആണ് എന്ത് ചെയ്യാറ്? ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഡിന്നറിന്. ദ കിഡ്സ് ഓഫൺ സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ എപ്പോഴും മേശ വൃത്തിയാക്കും. വി ഓൾവേസ് ക്ലിയർ ദ ടേബിൾ ആഫ്റ്റർ ഈറ്റിംഗ്. വി ഓൾവേസ്, എപ്പോഴും, ഞങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ടേബിൾ വൃത്തിയാക്കുന്നതിന് ക്ലിയർ ദ ടേബിൾ. വി ഓൾവേസ് ക്ലിയർ ദ ടേബിൾ ആഫ്റ്റർ ഈറ്റിംഗ്. കഴിക്കൽ കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ടേബിൾ വൃത്തിയാക്കും. പിന്നെ ഞാൻ സാധാരണയായിട്ട് എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം പാചകം ചെയ്യും. ഐ യൂഷ്വലി കുക്ക് ഫുഡ് എവറി ഡേ. യൂഷ്വലി എന്ന് പറഞ്ഞ സാധാരണയായി. ഐ യൂഷ്വലി കുക്ക് ഫുഡ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ സാധാരണ ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ചിലപ്പോൾ രാവിലെ പച്ചക്കറികൾ അരിയും. ചിലപ്പോൾ സംടൈംസ്. ഐ സംടൈംസ് കട്ട് ദ വെജിറ്റബിൾസ് ഇൻ ദ മോർണിംഗ്. കട്ട് ദ വെജിറ്റബിൾസ്, പച്ചക്കറികൾ അരിയുക. കട്ട് ദ വെജിറ്റബിൾസ് ഇൻ ദ മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ് ഞാൻ പാക്ക് ചെയ്യാറുണ്ട്. ഐ ഓൾവേസ് പാക്ക് ദ കിഡ്സ് ടിഫിൻ എവറി മോർണിംഗ്. കിഡ്സ് ടിഫിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭക്ഷണം, അതിനാണ് കിഡ്സ് ടിഫിൻ. എല്ലാ ദിവസവും രാവിലെ ഐ ഓൾവേസ് പാക്ക് ദ കിഡ്സ് ടിഫിൻ എവറി മോർണിംഗ്. ഇനി നമുക്ക് തുണി കഴുകുന്നതിലേക്ക് പോയാലോ? ഞാൻ സാധാരണയായിട്ട് ആഴ്ചയിൽ 2 ദിവസമാണ് തുണി കഴുകാറ്. ഐ യൂഷ്വലി ഡു ദ ലോണ്ട്രി ട്വൈസ് എ വീക്ക്. ഡു ദ ലോണ്ട്രി, അതാണ് തുണി കഴുകൽ എന്നുള്ളതിനുള്ള ഒരു ഗംഭീര വാക്ക് കേട്ടോ. ഐ വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറയാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഐ യൂഷ്വലി ഡു ദ ലോണ്ട്രി ട്വൈസ് എ വീക്ക്. വീക്കിൽ 2 പ്രാവശ്യം. അവള് പലപ്പോഴും വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകാറ്. ഷീ ഓഫൺ വാഷസ് ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. ഷീ ഓഫൺ, പലപ്പോഴും എന്ന് പറയുമ്പോഴാണ് ഈ ഓഫൺ എന്ന് പറയുന്നത്. ഷീ ഓഫൺ വാഷസ്, കഴുകാറുണ്ട്. ഷീ ഓഫൺ വാഷസ് ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. ഞങ്ങൾ എപ്പോഴും വസ്ത്രങ്ങൾ പുറത്ത് വെയിലത്തിട്ടാണ് ഉണക്കാറെന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ പുറത്തിട്ടാണ് ഉണക്കാറ്. വി ഓൾവേസ് ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട്സൈഡ് ടു ഡ്രൈ. വി ഓൾവേസ് ഹാങ് ദ ക്ലോത്ത്സ്, ഈ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നതിനാണ് ഹാങ് ദ ക്ലോത്ത്സ്, വിരിക്കുക. വി ഓൾവേസ് ഹാങ് ദ ക്ലോത്ത്സ് ഔട്ട്സൈഡ് ടു ഡ്രൈ.
ഉണങ്ങാൻ വേണ്ടി പുറത്താണ് വിരിക്കാറ്. ഞാൻ ചിലപ്പോൾ വൈകുന്നേരമാണ് തുണികളൊക്കെ മടക്കുന്നത്. ഐ സംടൈംസ് ഫോൾഡ് ദ ക്ലോത്ത്സ് ഇൻ ദ ഈവനിങ്. ഐ സംടൈംസ് ചിലപ്പോൾ ഫോൾഡ് ദ ക്ലോത്ത്സ്, തുണി മടക്കുന്നതിന് ഫോൾഡ് ദ ക്ലോത്ത്സ് ആണ്. ഐ സംടൈംസ് ഫോൾഡ് ദ ക്ലോത്ത്സ് ഇൻ ദ ഈവനിങ്. വളരെ അപൂർവമായിട്ടാണ് ഞാൻ രാത്രി തുണികളൊക്കെ തേക്കുന്നത്. ഐ റെയർലി അയേൺ ദ ക്ലോത്ത്സ് അറ്റ് നൈറ്റ്. അയേൺ ദ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ തേക്കുക, തുണി തേക്കുന്നതിനാണ് അയേൺ ചെയ്യുക. ഐ റെയർലി, വല്ലപ്പോഴേ ഞാൻ രാത്രി തുണി തേക്കാറുള്ളൂ. ഐ റെയർലി അയേൺ ദ ക്ലോത്ത്സ് അറ്റ് നൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. ഞാൻ എഴുന്നേറ്റ ശേഷം എപ്പോഴും കിടക്ക ശരിയാക്കും. ഐ ഓൾവേസ് മേക്ക് ദ ബെഡ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. മേക്ക് ദ ബെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. കിടക്ക വിരിക്കുന്നതിന് മേക്ക് ദ ബെഡ്. ഐ ഓൾവേസ് മേക്ക് ദ ബെഡ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഞങ്ങൾ സാധാരണയായി ഓരോ ആഴ്ചയും ബെഡ്ഷീറ്റ് മാറ്റും. ഞങ്ങൾ സാധാരണയായി, വി യൂഷ്വലി, മാറ്റും, ബെഡ്ഷീറ്റ് മാറ്റും അല്ലെ. വി യൂഷ്വലി ചേഞ്ച് ദ ബെഡ്ഷീറ്റ്സ് എവ്രി വീക്ക്. എല്ലാ ആഴ്ചയും ഞങ്ങൾ സാധാരണ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. ഞാൻ ഇടയ്ക്കിടെ എൻ്റെ അലമാരയൊക്കെ ഞാനൊന്ന് ക്രമീകരിക്കും. ഞാൻ അടുക്കി പെറുക്കി വെക്കില്ലേ, അത്. ഐ ഒക്കേഷണലി ഓർഗനൈസ് മൈ ക്ലോസറ്റ്. ഓർഗനൈസ് ചെയ്യുക, എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് ഓർഗനൈസ് ചെയ്യുക. അപ്പം ഐ ഒക്കേഷണലി ഓർഗനൈസ് മൈ ക്ലോസറ്റ്. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ബാത്റൂമിലെ ആ ക്ലോസറ്റ് അല്ല. ഈ ക്ലോസറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അത് അവരുടെ ഈ വാർഡ്രോബ് അല്ലെങ്കിൽ അലമാരയാണ്. ഞാൻ എൻ്റെ മുറി എപ്പോഴും വൃത്തിയാക്കും. ഐ ഓൾവേസ് കീപ് മൈ റൂം ടൈഡി. ഐ ഓൾവേസ് കീപ് മൈ റൂം ടൈഡി. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു സജഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സീരീസിൽ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്തണം? ഈ ഒരു 24 ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് കഴിയുമ്പോഴേക്കും ഓരോ വീഡിയോയിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ ഇതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യുക. ഒന്നുകിൽ ഇന്റർവ്യൂ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, പറയും. അപ്പൊ ആ ടോപ്പിക് വേണോ, അതോ ഇപ്പോ നമ്മുടെ വീട്ടിൽ കുട്ടികളോട്, കൊച്ചുമക്കളോടൊക്കെ, നമ്മുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വീട്ടിലും കുട്ടികളോടൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണോ? അപ്പൊ ഏത് വേണം അടുത്തത്? അതായത് ടീച്ചേഴ്സിനുള്ള ഇംഗ്ലീഷ് വേണോ? അപ്പൊ ഇതിൽ ഏത് ടോപ്പിക് ഞാൻ അടുത്തതിൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയണേ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വീഡിയോയിലോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബാത്റൂമിലേക്ക് പോവാം. അവൻ സാധാരണയായിട്ട് ഞായറാഴ്ചകളിലാണ് ബാത്റൂം ക്ലീൻ ചെയ്യാറ്. ഹി യൂഷ്വലി cleans the bathroom on Sundays. He usually cleans the bathroom on Sundays. ഞങ്ങൾ ചിലപ്പോൾ ടൈൽസ് ഒക്കെ തേക്കും. We sometimes scrub the tiles. We sometimes scrub the tiles. ഈ തേക്കുന്നതിനാണ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പുതിയ ടവലുകൾ വെക്കും. ടവൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ, കൈ തുടയ്ക്കുന്ന അങ്ങനെയുള്ള. I often replace the towels with fresh ones. ഉപയോഗിച്ച ടവൽസ് മാറ്റിയിട്ട് പുതിയത് വെക്കുമെന്ന്. I often replace the towels with fresh ones. ഇനി അടുത്ത നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്നത്? നാറ്റം വരുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഞാൻ പുറത്ത് കളയും. I always take out the trash before it smells. ട്രാഷ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. I always take out. Take out എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയി കളയാന്നാണ് അർത്ഥം. I always take out the trash before it smells. Before it smells എന്ന് പറഞ്ഞാൽ നാറ്റം വരുന്നതിന് മുൻപേ, മണം വരുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും മാലിന്യം പുറത്തേക്ക് കളയും. ഞങ്ങൾ എപ്പോഴും ഈ നനഞ്ഞ മാലിന്യവും ഉണങ്ങിയ മാലിന്യവും ഞങ്ങൾ വേർതിരിക്കും. We always separate wet and dry waste. We always separate ചെയ്യും. Wet and dry വേസ്റ്റ്. വെറ്റായി നനഞ്ഞതും ഉണങ്ങിയതുമായ വേസ്റ്റ് ഞങ്ങൾ തരംതിരിക്കും. സാധാരണയായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഡസ്റ്റ്ബിൻ നന്നായിട്ട് വൃത്തിയാക്കും. I usually clean the dustbin once a week. I usually clean the dustbin once a week. ഇനി നമ്മുടെ ഹൗസ് മെയിൻ്റനൻസ് ആണ് അടുത്ത ടോപ്പിക്. അതായത് നമ്മുടെ വീട്ടിൽ മുറ്റം അല്ലെങ്കിൽ അങ്ങനെ ചെടികൾ, അതൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് പരിപാലിക്കുക എന്ന്. ഞാൻ എപ്പോഴും വൈകുന്നേരം ചെടികൾക്ക് വെള്ളം നൽകും. I always
വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഈവനിങ്. വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെടി നനയ്ക്കുന്നതിനാണ് നമ്മൾ വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഐ ഓൾവേസ് വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഈവനിങ്. ചിലപ്പോൾ ഞാൻ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിയാക്കും. ചെറിയ ചെറിയ റിപ്പയർ ഒക്കെ ചെയ്യില്ലേ? ഐ സംടൈംസ് റിപ്പയർ സ്മോൾ തിങ്സ് അറ്റ് ഹോം. ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഞാൻ റിപ്പയർ ചെയ്യും ചിലപ്പോൾ. ഐ സംടൈംസ് റിപ്പയർ സ്മോൾ തിങ്സ് അറ്റ് ഹോം. ഞങ്ങൾ ഇടയ്ക്കിടെ ഫാൻ വൃത്തിയാക്കും. വി ഒക്കേഷണലി ക്ലീൻ ദ ഫാൻ. ഒക്കേഷണലി, ഇടയ്ക്കിടെ, അതാണ് ഒക്കേഷണലി എന്ന് പറയുന്നത്. വി ഒക്കേഷണലി ക്ലീൻ ദ ഫാൻ. ഞാൻ പലപ്പോഴും എൻ്റെ മേശ വൃത്തിയാക്കും. ഐ ഓഫൺ ഡീക്ലറ്റർ മൈ ഡെസ്ക്. ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ ഈ എല്ലാം കൂടെ കൂടി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനാണ്. വേസ്റ്റ് വേണ്ടാത്ത എല്ലാം എടുത്ത് കളഞ്ഞ് നമ്മളത് ക്ലീൻ ആക്കില്ലേ മേശയൊക്കെ, അതിന് പറയുന്നതാണ് ഡീക്ലറ്റർ. ഐ ഓഫൺ ഡീക്ലറ്റർ മൈ ഡെസ്ക്. ഇനി നമ്മുടെ പുറത്തുള്ള ബാൽക്കണി, കാർ പോർച്ച്, ഇതിന്റെയൊക്കെ കാര്യമാണ് നമ്മൾ അവസാനമായിട്ട് പറയുന്നത്. ഞാൻ സാധാരണയായിട്ട് എല്ലാ ദിവസവും ബാൽക്കണി തൂക്കാറുണ്ട്. ഇത് നിങ്ങൾ പറയണം. അപ്പൊ ഇതിനുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആയിട്ട് എടുക്കണേ. ഞാൻ സാധാരണയായി എല്ലാ ദിവസവും ബാൽക്കണി തൂക്കും. ഞങ്ങൾ എപ്പോഴും ഞായറാഴ്ചകളിൽ കാർ കഴുകും. നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഞങ്ങൾ എപ്പോഴും ഞായറാഴ്ചകളിൽ കാർ കഴുകും. അതിഥികളൊക്കെ വരുന്നതിന് മുൻപ് പലപ്പോഴും ഞങ്ങൾ വരാന്ത വൃത്തിയാക്കും. വി ഓഫൺ ക്ലീൻ ദ പോർച്ച് ബിഫോർ ദ ഗസ്റ്റ് അറൈവ്. വി ഓഫൺ ക്ലീൻ ദ പോർച്ച് ബിഫോർ ദ ഗസ്റ്റ് അറൈവ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസിന്റെയും ട്രാൻസ്ലേഷൻ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഇടണം. ഇതെല്ലാം എഴുതി വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ സൂപ്പറായിട്ട് സംസാരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ആ സജഷനിൽ നിന്നായിരിക്കും ഞാൻ ഓരോ വീഡിയോസിന്റെയും ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സോ വൺസ് മോർ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. So see you in the next video. Until then, you take care. Sadguruve Sharanam.